കൊലപാതക കേസ് പ്രതികളെ രക്ഷിക്കാൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയ പി.കെ. ബഷീർ എം.എൽ.എക്കെതിരായ കേസ് നിലനിൽക്കും. കേസ് പിൻവലിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനം സുപ്രീംകോടതി റദ്ദാക്കി. ബഷീറിനെതിരായ കേസ് പിൻവലിച്ച നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് കോടതി വിധി. കൂടുതൽ വിവരങ്ങളുമായി ശരത് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരത്, വളരെ രൂക്ഷമായ ചില നിരീക്ഷണങ്ങൾ കൂടി കോടതി ഇതിനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? ആനന്ദ്, ലീഗ് പ്രവർത്തകർ പ്രതികളായ അധ്യാപകൻ ജെയിംസ് അഗസ്റ്റിന്റെ കൊലപാതകത്തിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയ പി.കെ. ബഷീറിനെതിരായ കേസ് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു റദ്ദാക്കിയത്. എന്നാൽ കേസ് പിൻവലിക്കാൻ അനുമതി നൽകിയ മജിസ്ട്രേറ്റ് കോടതി വിധി സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. കോടതി കേസ് വീണ്ടും പരിഗണിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. പബ്ലിക് പ്രോസിക്യൂട്ടർ സർക്കാരിന്റെ പോസ്റ്റ് ഓഫീസ് അല്ല എന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. നേരത്തെ മതമില്ലാത്ത ജീവനെതിരായ സമരത്തിന്റെ ഭാഗമായി യൂത്ത് ലീഗ് പ്രവർത്തകർ അക്രമമുണ്ടാക്കുകയും പ്രവർത്തകരുടെ അക്രമത്തിൽ ജെയിംസ് അഗസ്റ്റിൻ എന്ന അധ്യാപകൻ കൊല്ലപ്പെടുകയായിരുന്നു. സംഭവത്തിൽ 17ഓളം യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതികളാക്കപ്പെട്ടിരുന്നു. എന്നാൽ പ്രതികൾക്കെതിരെ സാക്ഷി പറഞ്ഞ 20ഓളം പേരെ 2008 നവംബർ 20-ന് മലപ്പുറം എടവണ്ണയിൽ നടന്നിട്ടുള്ള ഒരു മുസ്ലിം ലീഗ് പൊതുസമ്മേളനത്തിൽ പി.കെ. ബഷീർ കൊല്ലുമെന്നുൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പ്രസംഗത്തെ തുടർന്നായിരുന്നു ബഷീറിനെതിരായി വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് എടവണ്ണ പോലീസ് സ്വമേധയാ കേസെടുത്തത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ ഈ കേസ് പിൻവലിക്കുകയായിരുന്നു. ഈ ഒരു ഭീഷണി പ്രസംഗം വലിയ കൊലപാതക കേസിൽ തന്നെ വലിയ പ്രതിഫലനമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. കാരണം ജെയിംസ് അഗസ്റ്റിൻ കൊലപാതക കേസിൽ മഞ്ചേരി അതിവേഗ കോടതിയിൽ വിചാരണ നടന്ന സമയത്ത് 22ഓളം സാക്ഷികളാണ് കൂറുമാറിയത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഭീഷണി പ്രസംഗം കൂടിയായിരുന്നു. അപ്പോൾ തീർച്ചയായും പ്രതികളെ രക്ഷിക്കാൻ പി.കെ. ബഷീർ നടത്തിയ ഈ ഭീഷണി പ്രസംഗം ഈ ഒരു കൊലപാതക കേസിൽ തന്നെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയുണ്ടായിരുന്നു. ഭീഷണിപ്പെടുത്തിയ പി.കെ. ബഷീറിനെതിരെയും അതുപോലെ തന്നെ കൊലപാതക കേസ് പ്രതികളെയും രക്ഷിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയ നീക്കത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയോടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കേസുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ആനന്ദ്, കൊലപാതക കേസ് പ്രതികളെ രക്ഷിക്കാൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയ പി.കെ. ബഷീർ എം.എൽ.എക്കെതിരായ കേസ് നിലനിൽക്കും. കേസ് പിൻവലിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കി. ബഷീറിനെതിരായ കേസ് പിൻവലിച്ച നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് കോടതി വിധി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തെളിവുകൾ വിലയിരുത്തിയ ശേഷം തീരുമാനമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ബിഷപ്പിന്റെയും സാക്ഷികളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ബിഷപ്പിനെ ഒരു വട്ടം ചോദ്യം ചെയ്തുവെന്നും രണ്ടാമതും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നു.